ഹലോ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ് ദോശയും ചൂട് കട്ടനൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ദേ ചോറൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ രാവിലെ മക്കൾസിന് കൊണ്ടുപോകാനായിട്ട് വെണ്ടക്കായ ഉപ്പേരിയാണ് വെച്ചത്. ലഞ്ചിന് നല്ല മാങ്ങയൊക്കെ ഇട്ട് വെച്ച മീൻകറി ഉണ്ട് കേട്ടോ. ഒരു ചക്ക പഴുത്ത് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്, അതിനി മുറിച്ചെടുക്കാനുണ്ട്. ചേട്ടന് ഗോതമ്പ് ദോശ ഒന്നും ഇഷ്ടമല്ലാത്ത കാരണം ചേട്ടൻ ചോറും വെണ്ടക്കായ ഉപ്പേരിയും പുളിച്ചമ്മന്തിയൊക്കെ കൂട്ടി കഴിച്ച് പോയിട്ടാ. പിന്നെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞ് ക്ലീനിങ്, വാഷിങ് എക്സെട്ര അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ സേവനവാരത്തിന് ഞാൻ ആമിക്കുട്ടിയും കൂടി ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പാമ്പിനെ കാണാറുണ്ട് കേട്ടോ. അത് കാരണം നമ്മൾ പരമാവധി ഇടയ്ക്കിടയ്ക്ക് ഇത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം. മഴ പെയ്താൽ വീണ്ടും ഇതുപോലെ തന്നെ പുല്ല് കാട് പിടിച്ചോണം വരും കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കണം. പിന്നെ സേവനവാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. വീണ്ടും ഞാൻ ആമിക്കുട്ടിയും കൂടി. അപ്പോൾ കപ്പലണ്ടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പലചരക്ക് സാധനങ്ങൾ വാങ്ങുമ്പോൾ ചേട്ടൻ കപ്പലണ്ടിയും വാങ്ങാറുണ്ട് കേട്ടോ. പിള്ളേർക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടം ഇത് വറുത്ത് കൊടുത്താലേ. അപ്പോൾ ഞാൻ ഉപ്പിട്ടിട്ടാണ് കപ്പലണ്ടി വറുക്കാറ്. പിന്നെ ഉപ്പും പൊടിപ്പില്ലേ അത്. അപ്പോൾ ബാലൻസ് പറഞ്ഞ ഉപ്പ് ഒരു പാത്രത്തിലാക്കി അടച്ചു വയ്ക്കും. പിന്നെ കപ്പലണ്ടി വാങ്ങുമ്പോൾ വീണ്ടും ആ ഉപ്പിടും. ഉപ്പ് പോരായുണ്ടെങ്കിൽ പിന്നെ വീണ്ടും കുറച്ച് പൊടിപ്പും കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ഉപ്പ് ഒരു മണലിട്ട് വറുക്കണ ആ ഒരു ടെക്സ്ചർ തന്നെയാണ് കേട്ടോ ഇതിട്ട് ഉപ്പിട്ട് വറുക്കുമ്പോൾ കിട്ടാറ്. നല്ല അടിപൊളിയായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ പോലെ തന്നെ കിട്ടും കേട്ടോ. ആവശ്യത്തിനുള്ള കല്ലുപ്പ് അലിയിച്ച് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കപ്പലണ്ടി വറുക്കാനായിട്ട് ഇടണ സമയത്ത് തന്നെ കേട്ടോ. ഉപ്പിലിട്ട വറുക്കണമെന്ന് വെച്ചിട്ട് കപ്പലണ്ടി വറുത്ത് കഴിയുമ്പോൾ ഉപ്പൊന്നും കൂടില്ല കേട്ടോ. കറക്റ്റ് നമ്മൾ ഒഴിച്ച് കൊടുത്താണ് ഉപ്പ് തന്നെയാണ് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്ത് ഉപ്പ് അതുപോലെ തന്നെ കിടന്നോളൂ കേട്ടോ. അത് കഴിയുമ്പോൾ അത് കപ്പലണ്ടി നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുത്തെടുക്കണം. പിന്നെ വല്ലാതെ ചൂട് നമ്മുടെ കൈമയ്ക്കൊക്കെ ചൂട് തള്ളിക്കയറി വരുമ്പോൾ ഒന്ന് സിമ്മിലിട്ട് കൊടുത്താൽ മതിട്ടോ. അപ്പോൾ അടിപൊളി കപ്പലണ്ടി ആയിരുന്നു. നമ്മൾ പുറത്തുനിന്നൊക്കെ നമ്മൾ വാങ്ങാറില്ലേ, പുറത്ത് പോകുമ്പോൾ അതേ ടെക്സ്ചറിൽ തന്നെ കിട്ടും കേട്ടോ. നമുക്ക് ഇങ്ങനെ ഉപ്പിട്ട് കപ്പലണ്ടി വറുത്ത് കഴിഞ്ഞാൽ പണ്ട് സിനിമയ്ക്ക് പോകുമ്പോൾ അപ്പച്ചൻ ഇങ്ങനെ കപ്പലണ്ടി കയ്യിലിട്ട് തിരുമ്മിട്ട് ഊതി ഇങ്ങനെ കാണിക്കാറുണ്ട്. അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാട്ടോ. പ്രഹസനമൊക്കെ കഴിഞ്ഞത് ഇപ്പം ഞാൻ തന്നെ താഴെ വീണതൊക്കെ ഞാൻ തന്നെ അടിച്ചു വാരി കളയണം. ഇപ്പം അതൊക്കെ അടിച്ചു വാരി കളഞ്ഞു. പിന്നെ അങ്ങനെ അല്ലറ ചില്ലറ പണികളൊക്കെ കഴിഞ്ഞു. നമുക്കൊരു പേരക്കായ പഴുത്ത് കിട്ടിയായിരുന്നു കേട്ടോ. വല്ലാതെ പഴുത്തതിൽ പുഴുവരും. ഈ ഒരു ഈ ഒരു പാകത്തിൽ കിട്ടുകയാണെങ്കിൽ പുഴുവൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം ആ സമയം കൊണ്ട് കപ്പലണ്ടി നമ്മൾ പരത്തി വെച്ചായിരുന്നല്ലോ, അത് സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഗ്ലാസ് ജാറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ലഞ്ചിന് കുറച്ച് മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പഴുത്ത ചക്ക മുറിച്ച് നോക്കേണ്ട സമയമായിട്ടാണ്. ഇനി ഇരുന്നാൽ ചിലപ്പോൾ വൈകിട്ടാണ് സാധാരണ പഴുത്ത ചക്ക മുറിക്കാറ്. ഇനി ഇരുന്നാലേ ചിലപ്പോൾ ഒന്നും കൂടി ആ ഭാഗങ്ങളൊക്കെ നാശമായി പോകും. അപ്പോൾ ചക്ക പറിക്കലും കഴിഞ്ഞു അങ്ങനെ.